ഇത് എൻ്റെ 2015 BS3 Duke 390 ഓവർ 7 ഇയേഴ്സ്. ഇപ്പോൾ 2022 ഓവർ 7 ഇയേഴ്സ് ഞാനിത് കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് ഇറ്റ്. കുറേ പവർ പാർട്സും കുറേ സംഭവം ഓൾമോസ്റ്റ് എവറിത്തിങ് ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ ഇതെല്ലാ സാധനവും മാറ്റിയതാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് ഈ 7 വർഷമായപ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് ഇതിനു മുമ്പ് ചെയ്യാണ്ട്, അപ്പോൾ അതും കൂടി ചെയ്തിട്ട് ഇതൊരു വ്ളോഗായിട്ട് ചെയ്യാം. സാധാരണ എപ്പോഴും ചെയ്ത മോഡിഫിക്കേഷൻ ഒറ്റയടിക്ക് ഓൺ ദ സ്ക്രീൻ പറയുന്നതിന് വലിയൊരു ത്രില്ല് കാണുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു മെയിൻ്റെനൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് ലീക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചൊക്കെ ഇത് പ്ലാസ്റ്റിക് ടാങ്ക്, ഇതിൻ്റെ അകത്തൊരു ഫൈബർ ടാങ്കാണ് Duke 390 വരുന്നത്. നമ്മുടെ KTM സീരീസിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സൂപ്പർ ബൈക്സൊക്കെ ഉള്ളിലൊരു മെറ്റാലിക് ടാങ്ക് ഔട്ടായിരിക്കും ഫൈബർ ടാങ്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഫൈബർ ടാങ്ക് ഓവർ 7 ഇയേഴ്സ് ആയപ്പോൾ അത് ഡാമേജ് ആയിട്ടുണ്ട്. അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ കണ്ടീഷൻ നോക്കാം. കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ്, കുറച്ച് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് ഓൺ DIY കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇതാണ് കേട്ടോ പുതിയ ടാങ്ക്. അതിന് വിലയിൽ 1800, എത്ര 1800 റുപ്പീസേ ഉള്ളൂ. ഇന്ന ഫൈബർ ടാങ്കാണ്. ഇതൊക്കെ പൊട്ടിച്ച് കാണിച്ചത് സംഭവം. ഇത് നേരത്തെ ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ്, എന്നാലും നിങ്ങൾ അത് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. യെസ് ലേറ്റ് നൈറ്റ് വർക്ക്സ് അറ്റ് UG ട്യൂണിംഗ് ആണ്. നമ്മുടെ വൈറ്റിലുള്ള നമ്മുടെ ഷോപ്പുള്ള നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ലേറ്റ് നൈറ്റ് മീ ആൻഡ് അൽത്താഫ് അവിടെ ക്യാമറ ഷൈ ആണ്. പക്ഷേ ഞങ്ങൾ വണ്ടി പണി എൻ്റെ വണ്ടി തന്നെയാണ്, ഞങ്ങളുടെ റേസിംഗ് വണ്ടി, ഞങ്ങളുടെ സ്വന്തം വണ്ടി തന്നെയാണ് പണിയുന്നത്. ബാക്കി ഡേ ടൈം നിങ്ങളുടെ വണ്ടി പണി. അതാണ് സെറ്റപ്പ്. സോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഫൈബർ പ്ലാസ്റ്റിക് ടാങ്ക്. ഇത് സ്ഥിരം ഓവർ ടൈം ഇവിടെയൊക്കെ ക്രാക്സ് ഫോം ചെയ്യും. ഇവിടെ ഫ്യൂൽ പമ്പ് വരുന്ന ഡിസ്പാൻഡിൽ ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക് സെറ്റപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പറഞ്ഞ പോലെ വാ പണിയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് റിയർ സീറ്റ് റിമൂവ് ചെയ്യാം. റിയർ സീറ്റ് മറ്റേ ഈ ടാങ്ക് കവറൊക്കെ റിമൂവ് ചെയ്ത് മറ്റേ ഈ ടാങ്ക് ക്യാപ്പൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കീ വെച്ചിട്ട് നമ്മൾ റിയർ സീറ്റ് റിമൂവ് ചെയ്ത് ഇനി മെയിൻ സീറ്റ് ഇത് ജസ്റ്റ് 10-ന്റെ ടീസ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഈസിലി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന. പണ്ട് സ്ഥിരം ഞാൻ കയറ്റി ഈ വണ്ടിയിലാണ് ഞാൻ എൻ്റെ കൈ തെളിഞ്ഞതെന്ന് പറയുന്നത്. ഈ വണ്ടിയിൽ ഞാൻ ഫുൾ ടൈം ഇരുന്ന് പണി ചെയ്യുന്നത്, എല്ലാ സാധനവും ഊരി മാറ്റലും ഊരിയെടുക്കലും. അപ്പോൾ ഓൾമോസ്റ്റ് KTM Duke 390 അല്ലെങ്കിൽ RC 390 ഞാൻ അത്രമാത്രം ഊരി പറിച്ചെടുത്തിട്ടുണ്ട്. സോ ഇത് കണ്ട ഇടയ്ക്കൊക്കെ ഒരു മിണ്ടാണ്ടിരിക്കുക, ഇവിടെ ബീറോ എടുത്തോണ്ടിരിക്കുക, ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ക്യാമറമാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മകൾ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ എയർ ബോക്സിൻ്റെ അടിയിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അവിടെ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് വെച്ചത്. ശരിക്കും ഓപ്പൺ ലിഡ് എയർ ബോക്സ് ഒക്കെ റൺ ചെയ്യുന്നതാണ്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ടൂറിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങളത് മാറ്റിയ സെറ്റപ്പ്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഇൻടേക്ക് കൊടുത്ത് കുറേ പൊടിയും മണ്ണൊക്കെ കയറി ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കണ്ടത്. ഉപയോഗിച്ച സാധനം നോക്ക്, BMCയുടെ ഹൈ ഫ്ലോ ഫിൽറ്ററാണ്. സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്ററാണ്. സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഇതിൻ്റെ വരുന്ന പേപ്പർ ഫിൽറ്റർ മാറ്റിയെടുത്തിട്ട് ഇങ്ങനത്തെ ഫിൽറ്റർ ഉപയോഗിക്കും. ഉണ്ടോ? ഇത് ലൈഫ് ടൈം ഫിൽറ്ററാണ്. ഇടയ്ക്ക് പീരിയോഡിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തത്. അത് കയറി ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ ക്ലീനിങ് ലിക്വിഡ് ഉണ്ട്. ഇത് കുറേ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന BMC കാണുന്നത്. ദേ ആർ ദ ചാനൽ സ്പോൺസേഴ്സ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന, ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ സഹായിക്കുന്ന ബിക്കോസ് ഓഫ് ദം ആണ്. സോ ഇഫ് യു ആർ ബൈങ് ഒരു എയർ ഫിൽറ്ററൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് BMC. ഇതിനൊക്കെ ഒരു ഡിസ്കൗണ്ട് കൂപ്പണൊക്കെ ഉണ്ട്, വേണമെങ്കിൽ സെറ്റാക്കി തരാം അല്ലേ. സോ നമുക്ക് കണ്ടത് ഈ ബോൾട്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മറ്റേ സ്ക്രൂസാണ്, ബേസിക് സ്ക്രൂസ് നമ്മൾ ത്രൂ ഔട്ട് ഊരിയെടുക്കുക. ഇതൊക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി ഇത്രയും മാത്രം ഊരിയാൽ മതി. ടാങ്ക് മാത്രം ആക്സ് ശരിക്കും കണ്ട ഈ എയർ ബോക്സ് ഓവർ ടൈം പൊട്ടിപ്പോയതാണ്. ഇപ്പോൾ മിക്ക KTMകളുടെ എയർ ബോക്സ് ക്രാക്ക് വരാണ്ട് അത് കാണുന്ന സീറ്റിൻ്റെ ക്ലിയറൻസ് കുറവായിട്ട് കൂടുതൽ ലോഡ് ഓൺ ദ എയർ ബോക്സ് വരുന്നുണ്ട് അവിടെ ക്രാക്ക് ആവും. ഇതൊക്കെ ബ്രിട്ടിലാണ്, പ്ലാസ്റ്റിക്സ് ആണ്. ഓവർ ടൈം ഇങ്ങനെ ക്രാക്സ് വന്നിട്ട് പൊട്ടിപ്പോകുന്നത് കണ്ടില്ലേ. ഇത് പൊട്ടിപ്പോയത് എഞ്ചിൻ ഇതുവരെ ഇഷ്യൂസും അല്ല. 86,000 കിലോമീറ്റേഴ്സ് ഓടിയ വണ്ടിയാണ്. ഇനിയും ഹോപ്പ്ഫുള്ളി 1 lakh എത്തി നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാം, എഞ്ചിൻ മാറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം. ഇത് ഈ വണ്ടി നോക്കി കഴിഞ്ഞാൽ കുറേ എക്സ്ട്രാ ഫിറ്റിംഗ് സാധനം കാണും, കുറേ എക്സ്ട്രാ സ്വിച്ചസും ഹാൻഡിൽ ബാർ ചേഞ്ച്, കുറേ ഡിഫറെൻറ്റ് മൗണ്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ അതിലൊരു സംഭവം കാണിച്ചാൽ ഇത് കണ്ട ഫ്യൂൽ എക്സ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ AFR എയർ ഫ്യൂൽ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ്. ഇതിൻ്റെ പ്രോ വേർഷൻ 10 maps ഉള്ളതുകൊണ്ട്. സോ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കണക്ട് ചെയ്യുന്ന നമ്മുടെ O2 സെൻസറിലോട്ട് വാല്യൂ പോയി. O2 സെൻസറിൽ നിന്ന് നമ്മുടെ സെറ്റപ്പ് ഞാൻ പറയും. ഇപ്പോൾ O2 സെൻസർ എന്ന് പറഞ്ഞാൽ മിക്കവർക്കും ചിലപ്പോൾ ഐഡിയ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എക്സോസ്റ്റ് ഹെഡറിൽ നിന്ന് ഒരു പൈപ്പ് വരുന്നുണ്ട്. ഇത് ബേസിക് ടെക്നിക്കൽ ക്ലാസ്സും കൂടി ആട്ടെ. വേറൊരു എക്സ്പോസ്ഡ് KTM വല്ലതും ഉണ്ടോ? പോട്ടെ, ഇല്ല. അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഹെഡറിൽ ഇവിടെ കണ്ട ഒരു കണക്ഷൻ കണ്ടില്ലേ, അതിനെയാണ് O2 സെൻസർ എന്ന് പറയുന്നത്. ആ O2 സെൻസർ amount of oxygen in exhaust gas വെച്ചാൽ അത് വെച്ചിട്ടാണ് ഈ ഇപ്പോൾ വണ്ടിക്ക് ഇനഫ് എയർ ഫ്യൂൽ മിക്സർ. എടാ അത് നിൻ്റെ സൈലൻ്റ് ആക്കി, ഇടയ്ക്ക് ടിങ് ടിങ് കേൾക്കുന്നുണ്ട്, ഒന്നുകൂടി എടുക്കാം. കുഴപ്പമില്ല. എടാ ഇവൻ നൈറ്റ് ഫുള്ള് മെസ്സേജ് എഴുതാമോ? എടാ
തുരപ്പാ നൈറ്റ് വർക്ക് ആവുമ്പോൾ അൽത്താഫിന് നൈറ്റ് വർക്ക് തുടങ്ങുന്നുണ്ട്. ഫുൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു തുടങ്ങി. എവിടെ ചേട്ടാ? അപ്പോൾ പോട്ടെ. BTS അപ്പോൾ ഇതിൻ്റെ ഹെഡർ പൈപ്പ് കാണാൻ അതിലൊരു കണക്ഷൻ പോയിട്ടുണ്ട്. അത് ഓട്ടോ സെൻസർ. ഈ എക്സോസ് ഗ്യാസിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് കാണിക്കാൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എൻജിൻ റിച്ച് ആയിട്ടാണോ അല്ലെങ്കിൽ ലീൻ ആയിട്ടാണോ, എൻജിന് ഇനഫ് ഫ്യൂൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇനഫ് ഫ്യൂൽ കിട്ടുന്നില്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് ഓൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ ഇനഫ് എയർ കിട്ടുന്നുണ്ടോ, കമ്പഷൻ പ്രോപ്പർ ആണോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഓട്ടോ സെൻസർ. ജസ്റ്റ് എക്സോസ് ഗ്യാസിലെ ഓക്സിജൻ്റെ അളവ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ്. അത് വെച്ചിട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്യൂലെക്സ് കണക്ട് ചെയ്യുമ്പോൾ ഫ്യൂലെക്സ് അത് മാറ്റി കാണിക്കും. ഫ്യൂലെക്സ് നമുക്ക് ഇഷ്ടമുള്ള 10 മാപ്പ് ഉണ്ട്. ആ 10 മാപ്പ് നമുക്ക് ഫ്രം ലോവസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് കാണിക്കും. അതേപോലെ ഹയസ്റ്റ് സെറ്റിങ്ങിലൂടെയാണെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് കാണിക്കും. അങ്ങനെ വെച്ച് നമുക്ക് നമ്മുടെ ECUവിനെ പറ്റിക്കാൻ പറ്റും. വണ്ടി വേണമെങ്കിൽ ലീനർ അല്ലെങ്കിൽ റിച്ചറിലോട്ട് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ റിച്ചറായി റൺ ചെയ്താൽ ഈ വണ്ടി കുറച്ചുകൂടി കൂളറായിട്ട് റൺ ചെയ്യുന്നതാണ്. കൂളറായിട്ട് റൺ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈവേ യൂസൊക്കെ ലീനറായിട്ട് റൺ ചെയ്യുക, കുറച്ച് ഹോട്ടറായിട്ട് റൺ ചെയ്യുക. അതെങ്ങനെയാണ് ഈ ലീനറും ഹോട്ടർ ആവുന്നത് നമ്മുടെ എക്സോസ്റ്റ്, നമ്മുടെ R3 ബിൽഡ് ചെയ്ത് എക്സോസ്റ്റ് മാറ്റുമ്പോൾ ആ വീഡിയോയിൽ ആ ടെക്നിക്കൽ സെഷൻ ഞാൻ പറഞ്ഞുതരാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ മോഡ്സ് ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യുന്ന കൂടുതൽ ഫ്യൂൽ എക്കോണമി അല്ലെങ്കിൽ വണ്ടി കുറച്ച് കൂളറായിട്ട് റൺ ചെയ്യാനും കുറച്ചും കൂടി സ്മൂത്തായിട്ട് റൺ ചെയ്യുക, ആ വൈബ്രേഷൻസ് ഒക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ്. ഇതിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്ത് നമുക്ക് മാപ്പ് മാറ്റാം. ഈ പ്ലസും മൈനസും കണ്ടില്ലേ, അങ്ങനെ മാപ്പ് മാറ്റാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. സോ നമ്മുടെ ടാങ്ക് കവർ റിമൂവ് ചെയ്ത് അതിൻ്റെ ഇന്നർ ടാങ്ക് റിമൂവ് ചെയ്തെടുത്തു. അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും ഫ്യൂൽ ഫിൽറ്ററും അതെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഫ്യൂൽ പമ്പിൻ്റെ കണക്ഷനൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ ഊരിയെടുത്തിട്ട് പുതിയ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പഴയ ടാങ്കിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഫ്യൂൽ പമ്പിൻ്റെ കണ്ടീഷനും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ടാങ്കിൽ നമ്മുടെ ECU ഇത് സ്റ്റോക്ക് ECU, പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ റീമാപ്പ് ചെയ്തതാണ് കേട്ടോ. FRK റേസിംഗത്തെ നമ്മുടെ ഫ്രണ്ട്സാണ് ചെയ്ത് തന്നത്. ഇതേ മാപ്പ് വെച്ച് ഞാൻ റേസിൻ്റെ ഓറഞ്ച് കപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ട്. ഇത് ഞാൻ ഇവിടുന്ന് ഓടിച്ചിട്ടും പോയി ട്രാക്ക് ഇവൻറ്റ്സും റേസ് ഡേയ്സൊക്കെ അറ്റൻഡ് ചെയ്ത മോട്ടോർ സൈക്കിളാണ്. ഫ്രം കൊച്ചി ടു ചെന്നൈ, ഫ്രം കൊച്ചി ടു കോയമ്പത്തൂർ, എല്ലാ സ്ഥലത്തും ഈ വണ്ടി ഓടിച്ചിട്ടും പോയി ട്രാക്ക് ഡേ ചെയ്ത വണ്ടിയാണ് വിത്ത് ദിസ് മാപ്പ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല പവർ ഔട്ട്പുട്ടാണ്, മാത്രമല്ല കുറച്ചുകൂടി കൂളറായി റൺ ചെയ്യും. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ്, ക്രിസ്പായിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസാണ് കിട്ടുന്നത്. ഫ്യൂൽ എക്കോണമി ഹൈവേസിലൊക്കെ സിമിലറാണ്, പക്ഷേ കൈ കൊടുത്ത് കൊടുക്കുമ്പോൾ മച്ച് മോർ ഫ്യൂൽ കൺസപ്ഷൻ, കൂടുതൽ ഫ്യൂൽ കൺസപ്ഷൻ, മൈലേജ് ഷോർട്ടാണ്, ഫ്യൂൽ കൺസപ്ഷൻ കൂടി കൊണ്ടാട്ടോ. പക്ഷേ വണ്ടി കൂളറായിട്ട് റൺ ചെയ്യുക, കൂടുതൽ ഫ്യൂൽ കിട്ടുന്നതുകൊണ്ട് ഇറ്റ് റൺസ് കൂളർ. പിന്നെ ഇതിനായിട്ടോ ECU റീഫ്ലാഷ് അല്ലെങ്കിൽ ECU റീമാപ്പിംഗ് എന്ന് പറയുന്നത്. വേറെ ടൈപ്സ് ഓഫ് രീതിയുണ്ട്. നമുക്ക് മറ്റേ പിഗ്ഗി ബാക്ക് ECU ഉണ്ട്, പവർട്രോണിക് ECU, അങ്ങനെ ഓൾട്ടർനേറ്റ് ECUs ഉണ്ടൊക്കെ. അപ്പോൾ പല ടൈപ്സ് ഓഫ് ECUs ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ്. ഇത് കണ്ടില്ലേ, ഒരു ഫ്ലോട്ട് പോലത്തെ സെറ്റപ്പ് കണ്ടില്ലേ. ഇതിവിടെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂൽ ലെവൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഊരി മാറ്റിയിട്ട് വലിയ രീതിയിൽ പ്രശ്നമൊന്നും കേട്ടോ. സാധാരണ ചില KTMലൊക്കെ ഊരി മാറ്റുമ്പോഴാണ് കാണുന്നത് ഇവിടെ ഫുൾ തുരുമ്പിച്ച് കുറേ ഡേർട്ടും കുറേ ഡെബ്രീസ് ഒക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇത് റിലേറ്റീവ്ലി ക്ലീൻ ആണല്ലോ അൽത്താഫേ, അല്ലേ? നല്ല രീതി. അത് ഒരു ടിപ്പ് പറഞ്ഞാൽ എപ്പോഴും പെട്രോൾ കീപ്പ് ചെയ്യുക, മിനിമം ലെവൽ കീപ്പ് ചെയ്യാൻ പറയുന്നത് ഈ മോട്ടറിന്, അല്ലെങ്കിൽ ഇതിന് തുരുമ്പ് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഈ മിനിമം പെട്രോൾ ഉപയോഗിക്കുന്ന മിനിമം ലെവൽ കീപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് കൂളിംഗ് കിട്ടുന്നതാണ്. ഈ ലിക്വിഡ് ആ പെട്രോൾ ഉള്ളപ്പോൾ ഇതിന് കുറച്ച് കൂളിംഗ് കിട്ടും, മാത്രമല്ല റസ്റ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യും. ഇതിൻ്റെ മോട്ടറിൻ്റെ ബോഡിക്കാണെങ്കിലും ഈ പെട്രോൾ ഉള്ളപ്പോൾ മോയ്സ്ചർ വരാണ്ട് ഇതിന് അധികം തുരുമ്പൊന്നും സംഭവിക്കില്ല. എപ്പോഴും ഞാൻ മിനിമം അറ്റ്ലീസ്റ്റ് 4 ലിറ്റേഴ്സ് ഇട്ട് വെക്കും. അധികം ഓടിച്ചില്ലെങ്കിലും ഞാൻ 4-5 ലിറ്ററൊക്കെ അടിച്ചു വെക്കണമുണ്ട്. ഇതിന് വലിയ തേയ്മാനം, വലിയ റസ്റ്റിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് ഫ്യൂൽ ഫിൽറ്റർ. നമ്മുടെ ഫ്യൂലിൽ ഈ പമ്പ് ചെയ്ത് വരുന്ന എല്ലാ ആവശ്യമില്ല, അതിൻ്റെ കുറേ ഡെബ്രി, കുറേ ഇമ്പ്യൂരിറ്റീസ് അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഫിൽറ്റർ ഔട്ട് ചെയ്താൽ ഇങ്ങനെയാണ് നമ്മുടെ ഇഞ്ചക്ടറിലോട്ട് പോകണം. അപ്പോൾ ഈ ഫ്യൂൽ പമ്പിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ പ്രഷർ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രഷർ എപ്പോഴും നമ്മുടെ ഒരു 35 to 45 PSI പ്രഷറാണ് നമ്മുടെ ഇഞ്ചക്ടറിലോട്ട് കൊടുക്കുക. ത്രോട്ടിൽ ബോഡിയിൽ ഇഞ്ചക്ടറിൽ കൊടുക്കുക, എന്നിട്ടാണ് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അറിയാമല്ലോ എന്ത് ചെയ്യണം. പിന്നെ ഓവറായിട്ട് ടെക്നിക്കൽ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, കുറേ പറയാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ടിനെക്കുറിച്ചും കുറേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്, ഇതെങ്ങനെ പ്രഷർ കീപ്പ് ചെയ്യുന്നത്, വീണ്ടും ചെക്ക് ചെയ്യുന്നത്, ആ ഫ്യൂൽ പമ്പ് പ്രൈം ചെയ്യുന്നത്. നമ്മൾ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുക ഒരു ബസ്സിങ്ങിൽ അതൊക്കെ ഈ മോട്ടറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഫ്യൂൽ പമ്പ് പ്രൈം ചെയ്യുക, ചെക്ക് ചെയ്യുവാണ് ഈ ലൈൻ ടുവേർഡ്സ് ഇഞ്ചക്ടർ. ഈ ലൈൻ മറ്റേ ഫ്യൂൽ പമ്പിൽ നിന്ന് ഇഞ്ചക്ടറിലോട്ട് ഇനഫ് പ്രഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഫ്യൂൽ പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓവർ ബോർ അടിക്കുന്നില്ല, നമുക്ക് ഈ സാധനം തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മുടെ
പുതിയ ടാങ്ക് അല്ലെങ്കിൽ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാട്ടോ. അപ്പോൾ പെട്രോളൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് ലീക്ക് ഉണ്ടോ നമ്മൾ ആർത്തിലൊക്കെ കുറച്ച് പെട്രോൾ ഊറ്റി നോക്കി. അതിൻ്റെ ഇടയ്ക്ക് അൽത്താഫ് അവിടെ കുറച്ച് പെട്രോളൊക്കെ മറിച്ചിട്ട് മേത്തൊക്കെ ഇട്ട് കുളിക്കണ സെറ്റപ്പൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റപ്പാണ് അൽത്താഫ്, ആള് ചില്ലറക്കാരനല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലീക്കൊന്നും ഇല്ലെന്ന് മനസ്സിലായി തിരിച്ച് കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയാം. എന്നിട്ട് ബാക്ക് ഷോക്ക് കണ്ടില്ലേ, അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. JRI എന്നുള്ള US കമ്പനി ഉണ്ടാക്കിയ, എസ്പെഷ്യലി ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് എൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ സസ്പെൻഷൻ. ഇത് ഭയങ്കര വില കൂടിയത്. ഇപ്പോൾ ഓലിൻസ് കാണുമ്പോൾ എല്ലാവരും മിക ഓലിൻസ് ഭയങ്കര എക്സ്പെൻസീവ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 65,000 റുപ്പീസാണ്, ഇന്ത്യൻ റുപ്പീസ് വരുന്നത് കേട്ടോ. ഇതിലിരിക്കുന്ന സാധനത്തിന് ഏകദേശം ക്ലോസ് ടു 1 lakh റുപ്പീസിൻ്റെ ഇന്ത്യൻ റുപ്പീസ് ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് കസ്റ്റം ഫോർ റേസിംഗ് ആണ്. ഇതൊക്കെ ഫോർ റോഡ് യൂസ്, ഫോർ റോഡ് റേസിംഗ്, അങ്ങനത്തെ കുറച്ച് സ്ട്രീറ്റ് പെർഫോമൻസ് യൂസ് ചെയ്യാനുള്ള ഇത് KRT 303 ആ മോഡലാണെന്ന് തോന്നുന്നത്. ഈ കറക്റ്റ് ഇതിൻ്റെ മോഡൽ നെയിം ഓർമ്മയില്ല. KT 303 എന്ന് പറഞ്ഞാൽ ഐലെറ്റ് ഡിസ്റ്റൻസാണ്. എപ്പോഴും ഷോക്ക് പറയുമ്പോൾ അതിൻ്റെ ഐലെറ്റ് ഡിസ്റ്റൻസാണ് പറയുന്നത്. ഈ കണ്ട ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലുള്ള ഡിസ്റ്റൻസാണ് പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീ ലോഡ്, കംപ്രഷൻ, റീബൗണ്ട്, റൈഡ് ഹൈറ്റ് എല്ലാ സാധനവും സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പണി തുടങ്ങാം. സോ നമ്മളിത് ടാങ്ക് എല്ലാം ലീക്കൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ഇന്നർ ടാങ്ക് ഇൻസ്റ്റാൾ അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷ്രൗഡ് ഇട്ടിട്ട് എല്ലാ ബോൾസും തിരിച്ച് ഫിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് ഓൾമോസ്റ്റ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഇതിനെപ്പോൾ ഫിറ്റ് ചെയ്ത് മറ്റേ ഷോക്ക് വരെ ദൂരമുണ്ട്. അതിൻ്റെ വിസിബിൾ ആണ് ആണല്ലേ, ഇതിവിടെ പൊട്ടിക്കാൻ കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ ഷോക്കും മാറ്റാൻ പോയി. ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് നമുക്ക് ഷോക്കും കൂടി മാറ്റി കഴിഞ്ഞാൽ മാറ്റാം. ഇതിനെ ശരിക്കും ബാക്ക് ഷോക്ക്, ഫ്രണ്ടിനെ ഫോക്ക് നാട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ ചേഞ്ചസ് ഒക്കെ കുറേ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടും ബാക്ക് എൻറ്റയർലി ഡിഫറൻറ്റ് സാധനങ്ങളാണ്. കുറേ ചേഞ്ചസ് ഉണ്ട് ഈ വണ്ടിയിൽ. അതിൻ്റെയൊക്കെ വീഡിയോസ് പോസിബിളി ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആക്കാൻ ഉള്ള സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. കുറേ ഫുട്ടേജസ് ആയി, കുറേ ടൈമായി നിങ്ങളുടെ സ്പെൻഡ് ചെയ്യുന്ന. അപ്പോൾ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ അനദർ വീഡിയോ ഐ തിങ്ക്. നമുക്ക് നോക്കട്ടെ, ഷോക്കും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷോക്കിൻ്റെ കുറേ കാര്യം പറയാൻ കേട്ടോ. അടിപൊളി സെറ്റപ്പ് ഒക്കെ, എന്താണ് കംപ്രഷൻ, എന്താണ് റീബൗണ്ട്, വാട്ട് ഈസ് പ്രീലോഡ്, റൈഡ് ആയിട്ട് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതൊക്കെ വെച്ചിട്ട് പറയാം. എന്നിട്ട് ബാക്കി ടൈം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് മോഡ്സും കൂടി പറയാം.